ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമേൻ ശ്രദ്ധേയമാകുന്നു. ഒരു സാധാരണ പ്രമേയത്തെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിലൂടെ ആവിഷ്കരിച്ച ആമേൻ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് നേടിയിട്ടുള്ളത്. ഫഹദ് ഫാസിൽ, ഇന്ദ്രജിത്ത്, ജോയ് മാത്യു, സ്വാതി റെഡ്ഡി, രചന തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു നാരങ്ങ സോഡ കപ്പിയാരേ മുണ്ട് ഇറങ്ങടാ എന്താ പറ്റിയത്? ഇതാണപ്പാ ഗീവർഗീസ് പുണ്യാള. എനിക്ക് നേരത്തെ ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ നിന്റെ പിള്ളേർ അച്ഛനാ മതി. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഒരു മഞ്ഞയും കൂടി. ഫാദർ വിൻസെന്റ് വട്ടോളി. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീ ഫഹദ് ഫാസിലും ഇന്ദ്രജിത്തും കൊച്ചി സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. ആദ്യം ശ്രീ ലിജോ ജോസ്, ഗംഭീരമായ വ്യത്യസ്തമായൊരു സിനിമ എന്നാണ് ഇന്നലെ കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നിയത്. സുഹൃത്തുക്കളും അതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ എല്ലാവരും പറയുന്നത്? ഈ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ എടുത്തു ഇങ്ങനെ ഒരു സിനിമ? ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് പ്രതീക്ഷിച്ചത്? ഈ സിനിമയിലേക്ക് കടക്കുമ്പോൾ, സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ, പൂർത്തിയായ സിനിമ കണ്ടപ്പോൾ എന്ത് പ്രതികരണമാണ് പ്രതീക്ഷിച്ചിരുന്നത്? അല്ല, ഈ കോൺസെപ്റ്റിലും ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 2 സിനിമകൾ ഇതുപോലെ തന്നെ വേറെ ഒരു കുറച്ച് മാറി ഉള്ള ഒരു പാത്തിൽ നിന്നുകൊണ്ടുള്ള സിനിമകളായിരുന്നു. അപ്പോൾ അത് അന്ന് ആ സിനിമകൾ എത്തിയ സമയത്ത് അത് എനിക്ക് തോന്നി ഒരു പക്ഷേ അത് വേണ്ടിയ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ അത് കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു അന്നത്തെ ഒരു പ്രേക്ഷകരെ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്നൊക്കെയുള്ളൊരു ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയോ കാര്യങ്ങളൊന്നും ലഘൂകരിച്ചിട്ടില്ല. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അതേ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഉള്ളൊരു സിനിമ തന്നെയാണത്. പക്ഷേ ആളുകളത് ഞങ്ങളെങ്ങനെ അത് കണ്ടോ, അതായത് വിഷ്വലൈസ് ചെയ്തോ, മനസ്സിൽ ആലോചിച്ചോ അതേപടി അവരത് ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാജിക്കൽ റിയലിസ്റ്റ് സിനിമയാണ് എന്നാണ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലെ നിരൂപകർ പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉദ്ദേശിച്ചെടുത്തതാണ്. മാർക്കേസിൻ്റെ രചനാ രീതിയാണ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഡെഫിനറ്റ്ലി മാർക്കേസ് എൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഈ 100 Years of Solitude, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറയും, ഇതിലെല്ലാം ബേസിക്കലി ഈ പുള്ളിയുടെ എല്ലാ നോവൽസിലും ഇത്തരത്തിലുള്ള ഈ മാജിക് റിയലിസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു സിനിമ, അത്തരത്തിലുള്ള ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യും, അതിലേക്ക് എൻറ്റയർ തിയേറ്ററിലിരിക്കുന്ന എൻറ്റയർ ഓഡിയൻസിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അവർ ആ സ്ഥലത്ത് അകപ്പെട്ട് പോലെ ഫീൽ ചെയ്യും. അവിടുത്തെ സെലിബ്രേഷൻസിലും സങ്കടത്തിലും ദുഃഖത്തിലും അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഭാഗമാവുകയും തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ തിരിച്ച് പ്രസൻറ്റിലേക്ക് വരികയും ചെയ്യുന്ന ഒരു വല്ലാത്ത അനുഭവം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു താല്പര്യം. ഈ പുതിയ സിനിമാക്കാരെ കുറിച്ച്, ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ആരോപണം, അവർ കാര്യങ്ങളെ കോപ്പി അടിക്കുന്നു എന്നാണ്. താങ്കൾ മാർക്കേസിനെ കോപ്പി അടിക്കുകയാണോ ചെയ്തത്? ഈ കോപ്പി അടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ റോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് കാര്യം, എനിക്ക് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു വേർഡിലോ അത്ര ഒരു കോൺസെപ്റ്റിലോ വിശ്വാസമില്ല. പിന്നെ ഈ കോപ്പി അടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന സിനിമകൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻസ്പയർ ചെയ്യും, നമ്മൾ വായിക്കുന്ന നോവലുകൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻസ്പയർ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്ന ആളുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ തന്നെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും. ഇതിൽ നിന്നെല്ലാം ഇൻസ്പിറേഷനോ നമ്മൾ ഒരു പക്ഷേ ഒരു പരിധിവരെ കോപ്പിയോ ചെയ്തിട്ടാണ് നമ്മൾ പുതിയതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ശൂന്യാകാശത്ത് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സോളമൻ ശോസന്നയുടെ ജനലിന് താഴെ ഇരുന്ന് ക്ലാർനെറ്റ് വായിക്കുന്നത് ഫ്ലോറൻറ്റോ അരിസ ഫെർമിന ഡാസയുടെ ജനലിന് താഴെ ഇരുന്ന് കവിത ചൊല്ലുന്നത് പോലെയാണ്. അത് ഉദ്ദേശിച്ചിരുന്നു? എനിക്ക് ആ പുള്ളി വലിയ പരിചയമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അതായത് കുറച്ച് സിനിമാറ്റിക് തന്നെയാണ് ആ സീക്വൻസ്. അതായത് ഒരു റോമിയോ ജൂലിയറ്റ് പ്രണയം പോലെ. അതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിന് കിട്ടിയിട്ടുള്ള റോമിയോ ജൂലിയറ്റാണ്
അതുപോലത്തെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് ഈ സോളമനും ശോശനയും. തീർച്ചയായും പ്രേക്ഷകർക്ക് മുഴുവൻ ഇഷ്ടപ്പെടുകയാണത്. ശ്രീ ഫഹദ് ഫാസിൽ, എന്താണ് താങ്കളെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്? ഈ സിനിമയുടെ കഥ കേട്ടാണ് താങ്കൾ അഭിനയിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഒരു സാധാരണ കഥയായിട്ടാണ് പറഞ്ഞു കേട്ടാൽ തോന്നുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് അതുകൂടെ കേട്ടാണോ താങ്കൾ സിനിമയിലേക്ക് വന്നത്? തീർച്ചയായും ലിജോ എന്നോട് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പാണ് ഈ പടത്തെപ്പറ്റി സംസാരിക്കുന്നത്, ആമേനെ പറ്റി. എൻ്റെ കരിയറിൽ 22 ഫീമെയിൽ കോട്ടയും ഡയമണ്ട് നെക്ലസും അന്നയും റസൂലൊക്കെ ഉണ്ടാകുന്നതിന് ഒരുപാട് മുമ്പ്. അപ്പോൾ അന്ന് ലിജോ പറഞ്ഞ പടം അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ആശങ്ക കുഴപ്പത്തിലായിരുന്നു ഞങ്ങൾ. കാരണം അത്രയും വലിയ ബഡ്ജറ്റ്, പിന്നെ വളരെ ഡ്രീമി ആയിട്ടാണ് ഇത് ലിജോ എന്നോട് പറഞ്ഞതും ഞാൻ കൺസീവ് ചെയ്തതും. ഈ സോളമൻ ആയാലും വട്ടോളി ആയാലും ശോശനയായാലും ലിജോയുടെ നറേറ്റീവിലാണ് ഞാൻ വീണുപോയത് ആമേനിൽ. വൺസ് കമ്മിറ്റഡ് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമായിരുന്നു ആമേൻ. അത് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് നടക്കുകയും ഇത്രയും ഭയങ്കര റെസ്പോൺസും. ഇന്ത്യ മുഴുവൻ ആമേനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് എന്നൊക്കെ അറിയാം. സോ ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ് അഹെഡ്. ശ്രീ ഇന്ദ്രജിത്ത്, എന്തൊരു രസികൻ കഥാപാത്രമാണ് ഈ വട്ടോളി. എന്താണ് മനസ്സിലിപ്പോൾ? ഒരുപാട് സന്തോഷം മാത്രമാണ് മനസ്സിലിപ്പോൾ. വട്ടോളി എന്ന ഈ കഥാപാത്രം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ലിജോയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. അപ്പോൾ കഴിഞ്ഞ 2 സിനിമകളിലും പരുക്കനായ കഥാപാത്രങ്ങളായിരുന്നു ലിജോ എനിക്ക് സമ്മാനിച്ചത്. എന്നാൽ അതിൽ നിന്ന് വിപരീതമായി ഒരുപാട് ഡിവിനിറ്റി ആവശ്യമുള്ളൊരു കഥാപാത്രം ഈ സിനിമയിൽ വേണം എന്ന് ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അതെ, മാത്രമല്ല ലിജോയ്ക്ക് സിനിമയോടുള്ളൊരു കൺവിക്ഷൻ. ഞാനിപ്പോൾ ലിജോയുടെ 2 സിനിമകളിന് മുമ്പ് വർക്ക് ചെയ്തു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ബേസിക് ഒരു സ്റ്റോറി സിമ്പിളാണെങ്കിലും ലിജോ അത് കൺസീവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു പുതുമയുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തു. 2 സിനിമകളും ഇപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കമേഴ്ഷ്യലി അത്ര വലിയ വിജയങ്ങളായില്ല. എങ്കിൽ കൂടി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു തോട്ടിൽ വ്യത്യസ്തമായി തന്നെ ചിന്തിച്ച് വ്യത്യസ്തമായ ഐഡിയോളജീസിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ എന്നെങ്കിലും ഒരിക്കൽ സക്സസ് നമ്മളെ തേടി വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുണ്ടായി. ഇപ്രാവശ്യം കൂട്ടത്തിൽ സോളമനും ശോശനയും ഒക്കെ കൂടെയുണ്ട്. ലിജോ ജോസ്, ഇന്ദ്രജിത്തിന് ആ ഒരു വിശ്വാസം ഉണ്ടാകും താങ്കൾ അറിയുന്നത് കൊണ്ട്, ഫഹദ് ഫാസിലിനും ഉണ്ടാകും താങ്കളുടെ കഴിവെത്രത്തോളം ഉണ്ട് എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട്. നാട്ടുകാർക്ക് അതറിയില്ല. നാട്ടുകാർ താങ്കൾ 2 പരാജയപ്പെട്ട ചിത്രങ്ങളുടെ സംവിധായകനാണ്. എന്നിട്ടും ഇങ്ങനെയൊരു പരീക്ഷണ ചിത്രം എടുക്കുന്നത് വലിയൊരു ധൈര്യമാണ് എന്ന് പൊതുവിൽ മലയാള സിനിമയിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന ആളുകൾ പറയും. എന്തുകൊണ്ട് ആ ധൈര്യം എടുത്തു? അല്ല, എനിക്ക് അത് ഇപ്പോൾ ഈ സിനിമ എടുക്കാനുള്ള ഏറ്റവും വലിയ അതിൻ്റെ പുറകിലുള്ള ഫാക്ടർ ഫരീദ് ഖാൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ തന്നെയാണ്. പുള്ളിയുടെ കൂടെയുള്ള ഷബീൽ അസീസ് എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരുമാണ് ഈ സിനിമയ്ക്ക് നമുക്ക് ഭയങ്കരമായ മോട്ടിവേഷൻ തന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുകയും അതിന് വേണ്ടി വരുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സിനെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അത് അതേപടി ഇഷ്ടപ്പെടുകയും അതിന് അനുവദിക്കുകയും ചെയ്യണം. കാരണം ഒരു ചർച്ച് സെറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 1-2 തവണ പറയുകയും ചെയ്തത്. അതായത് ഒരു ചർച്ച് സെറ്റ്, മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ചർച്ച് സെറ്റ് ഇട്ടിട്ട് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരുപക്ഷെ എനിക്ക് ഭ്രാന്താന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരത് അതേപടി തന്നെ റിസീവ് ചെയ്തു. ആക്ച്വലി ഞാൻ കൺസീവ് ചെയ്ത രീതിയിൽ ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് എന്നെ സിനിമ ചെയ്യാൻ അനുവദിച്ചു. അതിനെല്ലാ സ്വാതന്ത്ര്യവും തന്നുണ്ട്. ലിജോ, ഇതിപ്പോൾ ഇന്ന കാലത്ത് പീരിയഡ് ഫിലിം എന്നൊക്കെയായിരുന്നു ഈ സിനിമ വരുന്നതിന് മുമ്പ് കേട്ട വാർത്തകളിൽ ഉണ്ടായിരുന്നത്. ഇന്ന സമയത്ത് ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്ത് നടക്കുന്നതാണ് എന്ന് ഈ സിനിമ കണ്ടാൽ പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക സ്ഥലവും കാലവും ഒന്നുമില്ല. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്തരം ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണോ? ഒപ്പം ഈ ദൃശ്യം, കഥയേക്കാൾ പ്രധാനം ദൃശ്യങ്ങളാണ് എന്ന ഒരു സങ്കല്പത്തിന് പുറത്താണോ ഈ സിനിമ ഉണ്ടായത്? അല്ല, ഇത് ഇപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന വിധം, അതായത് യൂട്ടോപ്പിയൻ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ മനസ്സിലുള്ള ഇത് ഇത്രയും ഫാക്ടേഴ്സ് അല്ല, ഇതിനും ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു പരിധിയിൽ നിന്നാണ് ആ സിനിമ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്തു. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഗ്രാമം മുഴുവൻ തൂവെള്ളയായിട്ടിരിക്കുക, എന്നാൽ അവിടെ കാണുന്ന ആൾക്കാരാരും അത്ര തൂവെള്ളയായിട്ടുള്ള ആൾക്കാരല്ല. അവർ സാധാരണക്കാരാണ്.
സാധാരണക്കാരായ ആൾക്കാർ, നോർമൽ മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. അതായത് നന്മ മാത്രമുള്ളൊരു ഗ്രാമമല്ല കുമരംകരി. അതായത് പല രീതിയിലുള്ള ആൾക്കാർ, അവർ പച്ചയായ മനുഷ്യരാണ്, സാധാരണ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നതും പെരുമാറുന്നതൊക്കെ. അപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി വെള്ളയാക്കാൻ കാരണം അതൊരു സിമ്പിളാണ് ആക്ച്വലി. അതായത് മുഴുവൻ വൈറ്റാണെന്ന് പുറത്തുനിന്ന് തോന്നുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനകത്തെ ഒരു കോംപ്ലക്സിറ്റി തന്നെയാണ് ആ ഫിലിമിൻ്റെ ഒരു ഭംഗി. തിരിച്ചു വരാം 3 പേരിലേക്കും ഒരു പാട്ട് കേൾക്കാം അതിനകത്ത്. ഫഹദ്, അന്നയും റസൂലിലും ഒരു പ്രണയനായകനാണ് താങ്കൾ. റസൂലിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടോ സോളമനിൽ? ഇല്ല, സോളമൻ റസൂലായിട്ട് ഒരു ബന്ധവുമില്ല. സോളമൻ എന്താണെന്ന് സോളമൻ തന്നെ അറിയില്ല. ചെറിയ ഓട്ടം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സോളമൻ വളരെ അയാൾക്ക് തന്നെ അയാളെ അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂസ്ഡ് ഒരു കൺഫ്യൂസ്ഡ് ബർത്തൊക്കെ ഉണ്ടാകുന്നൊരു എക്സാമ്പിളാണ് സോളമൻ. ഈ സിനിമയുടെ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ കഥയുടെ പ്രോസസ്സിൽ അയാളെ തിരിച്ചറിയുകയും അയാൾക്കുണ്ടായിരുന്ന ഇൻഹിബിഷൻസ് ഒക്കെ മാറുകയും ചെയ്ത് വേറൊരു ലെവൽ ഓഫ് പെർഫോമൻസും എന്താ പറയുക. ഫഹദിൻ്റെ അഭിനയ പല സമയത്തും മനസ്സിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എടുത്തു വെക്കുന്ന പല മുഹൂർത്തങ്ങളുമുണ്ട് ഫഹദിൻ്റെതായി. അതിൽ പക്ഷേ ഫഹദ് മനസ്സിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയ അവസരം ഏതായിരുന്നു? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് നിങ്ങളൊക്കെ പറയണ്ടല്ലേ, ഞാനെന്താ പറയണ്ടത്. ഞാൻ എൻ്റെ സിനിമ കാണുമ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്സേ കാണാൻ പറ്റുള്ളൂ. അത് ആൾക്കാർ കണ്ടിട്ട് പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഡെഫിനറ്റ്ലി ആമേനിലെ ഹീറോ ലിജോ ആണ്. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്ദു ചേട്ടനെയാണ്, പിന്നെ സുനിലേട്ടൻ, അങ്ങനെ എല്ലാവരും ഓരോ കാസ്റ്റിനെയും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളതും ഇല്ലാത്തതൊന്നും അല്ല. ആമേൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇവിടുത്തെ. അങ്ങനെ തന്നെയാകും ഇദ്ദേഹത്തെ താങ്കൾക്കും. വട്ടോളി എന്നുള്ള ആ പാട്ട്, പള്ളിക്കകത്ത് നിന്ന് ഗംഭീരമായിട്ട് ഇറങ്ങി വന്നു വരുന്ന ആ പാട്ട് അതിഗംഭീരമായിട്ട് താങ്കൾക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ സോങ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ സാധാരണ കാണുന്നൊരു പള്ളിയിൽ അച്ഛനെ പോലത്തെ ഒരു അച്ഛനല്ല ഫാദർ വിൻസെൻ്റ് വട്ടോളി. വളരെ ജോവിയലായിട്ടുള്ള, വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള, ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളൊരു കഥാപാത്രമാണ് ഫാദർ വിൻസെൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പള്ളിയിലച്ഛന് ഡാൻസ് കളിക്കാനും പാട്ട് കളിക്കാനും നമുക്ക് ഒരു അവസരമുണ്ടായി. അത് ഏറ്റവും നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. വളരെ നല്ലൊരു പാട്ടിലൂടെ ലക്കി ഏലി ആദ്യമായി മലയാളത്തിൽ ആലപിച്ച സോങ് കൂടിയാണത്. ആ സോങ്ങിൽ അത്രയും നന്നായിട്ട് എല്ലാവരും കൊറിയോഗ്രാഫ് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. ഡെഫിനറ്റ്ലി ആ ഒരു സോങ്ങും അല്ലെങ്കിൽ ഇതിലെ മ്യൂസിക് ഈ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ്. തിരിച്ചു വരാം ഞാൻ താങ്കളിലേക്ക്. സിനിമയുടെ തിരക്കഥാകൃത്ത് PS റഫീഖ് കൂടെ അവരെ ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ. ശ്രീ റഫീഖ്, സന്തോഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് അഭംഗി നിറഞ്ഞൊരു ചോദ്യമാകും. ക്ഷമിക്കണം, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. അവിടെ നിന്ന് തരുന്ന ആശയവിനിമയത്തിനൊരു കുഴപ്പമായിരുന്നു. ശ്രീ ലിജോ, ഓരോ നടന്മാരും, ഇന്ദ്രജിത്ത്, ഫഹദ് ഫാസിൽ, ജോയ് മാത്യു, നടിമാരാണെങ്കിലും എല്ലാവരും പ്രധാനപ്പെട്ടതാണ്. ഒരാളെ അങ്ങോട്ട് മാറ്റിയാൽ ഇന്നയാൾ അല്ലായിരുന്നു ഇവിടെ വേണ്ടത് എന്ന തോന്നലുണ്ടാക്കുകയില്ല ഒരു കഥാപാത്രവും. എന്തുകൊണ്ട്? അത്ര സൂക്ഷ്മമായി തിരഞ്ഞെടുത്തതാണോ, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയിലേക്ക് എടുത്തവരൊക്കെ അങ്ങ് അഭിനയിച്ച് തകർത്തതാണോ? കുറച്ച് അതിനുവേണ്ടി കുറച്ച് നമ്മൾ പണിപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ക്യാരക്ടറിനും നമ്മൾ അറ്റ്ലീസ്റ്റ് 3 ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അതിനുവേണ്ടി പ്രോപ്പർ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ നോട്ടീസ് ബോർഡ് ഉണ്ടാക്കി ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ ക്യാരക്ടേഴ്സിനെ എഴുതി ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ വളരെ വളരെ ടൈം എടുത്ത് ചെയ്തൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഈ പാട്ട്, ക്യാമറ, രണ്ടുപേരും താരതമ്യേന പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. അവരെ കൂടെ കൂട്ടത്തിൽ ടീമിലുള്ള ആളുകളാണോ, അല്ലെങ്കിൽ ഇതിനായി സെലക്ട് ചെയ്ത ആളുകളാണോ? അല്ല, പ്രശാന്ത് പിള്ളൈ എന്ന് പറഞ്ഞാൽ ആൾ പുതുമുഖമല്ല സത്യത്തിൽ. പുള്ളി എൻ്റെ ആദ്യത്തെ ഫിലിമും രണ്ടാമത്തെ ഫിലിമും
ചെയ്തത് പ്രശാന്ത് പിള്ള തന്നെയാണ്. അതുകൂടാതെ ബിജോയ് നമ്പ്യാരുടെ ഷെയ്ത്താൻ, ഇപ്പോൾ ഇറങ്ങിയ ഡേവിഡ്, ഇതെല്ലാം പ്രശാന്തിൻ്റെ വർക്കുകളാണ്. അപ്പോൾ പ്രശാന്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ആരും കേട്ടിട്ടില്ലായിരുന്നു തോന്നുന്നത്. ഞാൻ എൻ്റെ ഈ 2 പടങ്ങളാണ് പുള്ളി ചെയ്തേക്കണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ആക്ച്വലി ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീമായിരുന്നു ആക്ച്വലി. കാരണം ഇതൊരു മ്യൂസിക്കൽ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സിനിമ പെട്ടെന്ന്, അതായത് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ജോണറായിരുന്നില്ല അത്. അതിലേക്ക് എല്ലാം ബ്ലെൻഡായി വന്നപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാവാലം സാറിനെ പോലെ ഒരാൾ ഒരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു, അത് അസോസിയേഷൻ ആയിരുന്നു പുള്ളിയായിട്ട്. ഞങ്ങൾ ഒരു പാട്ട് വേണ്ടി, അതായത് ഷാപ്പിലുള്ള ആ പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പുള്ളി വരുന്നത്. അത് കണ്ടിന്യൂസ് ഞങ്ങൾ 2-3 ദിവസം ഇരുന്ന് എൻറ്റയർ സാധനം പുള്ളി ഫിനിഷ് ചെയ്യായിരുന്നു. സോളമൻ ശോഷന എന്ന് പറഞ്ഞ സോങ് ഒഴിച്ചാൽ അത് റഫീഖാണ് എഴുതിയിരിക്കുന്നത്, PS റഫീഖ് നമ്മുടെ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം അത് എനിക്ക് തോന്നുന്നു സാറിനെ പോലെ ഒരാൾ അത്രയും പോസിറ്റീവ് വൈബായിരുന്നു പുള്ളിയുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പീസ്, അതായത് ഇവർ തമ്മിലുള്ളൊരു സോങ്, അതായത് ചൊല്ല് പാട്ട്, മറ്റേ അവസാനത്തെ കോമ്പറ്റീഷൻ, അത് ആക്ച്വലി അറൗണ്ട് 10 to 12 minutes ഓഫ് മ്യൂസിക്കാണ്. അപ്പോൾ അത് അത്രയും നേരം ഓഡിയൻസിനെ ഹോൾഡ് ചെയ്യണം, അതിൻ്റെ ഒരു ടെമ്പോ വെച്ചിട്ടും അതിൽ യൂസ് ചെയ്യണം. അതിനകത്ത് ലിറിക്കൽ ആയിട്ടുള്ളൊരു കണ്ടന്റ് വളരെ ചുരുക്കമാണ്. അതിൽ ചൊല്ലുകൾ മാത്രമേ ഉള്ളൂ, ചൊല്ലുകളും ഓർക്കസ്ട്രേഷൻ മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷെ അത് അത്തരത്തിലുള്ളൊരു ലിറിക്കൽ പാറ്റേൺ എഴുതുമ്പോൾ എനിക്ക് ആരെ വേറെ ചിന്തിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ശ്രീ ലിജോ, സിനിമകളെ രാഷ്ട്രീയമായി വായിക്കുക, കാണുക എന്നതിൻ്റെ ഒരു ട്രെൻഡ് കൂടെയുണ്ട്. നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലടക്കം ചെറുപ്പക്കാരായ നിരൂപകർ അത്തരത്തിലാണ് സിനിമയെ കാണുക. ഒറ്റ മതവിഭാഗക്കാർ മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം എന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വായനകൾക്ക് ഇടം നൽകുമോ? അത്തരം സൂക്ഷ്മ രാഷ്ട്രീയ വായനകളെ അതിജീവിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാം എന്ന ആത്മവിശ്വാസമുണ്ടോ? അതൊരു വറിയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം നമ്മളൊരു കഥ നമ്മൾ സിനിമയാക്കുന്നു, ആ സിനിമയെ നമ്മൾ എൻജോയ് ചെയ്യുക. അതിനകത്ത് വേറൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റോ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. അത് എന്ത് വേണമെങ്കിലും ആവാം ആക്ച്വലി. ലിജോ, വലിയ ഉത്തരവാദിത്തമാണ്. ഇനി ഇതിനേക്കാൾ മികച്ച സിനിമ ലിജോ എടുക്കുമെന്നാണ് ഞാനടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുക. നാളെ ലിജോയുടെ സിനിമ വന്നാൽ ഇത് ഗംഭീരമായിരിക്കുമെന്ന തോന്നലോടെയാകും തിയേറ്ററിനകത്തേക്ക് കയറുക. ആ ഉത്തരവാദിത്തം താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ നെക്സ്റ്റ് എടുക്കുന്ന സിനിമ ആമേൻ പോലെ ആവും, അല്ലെങ്കിൽ ആമേനേക്കാൾ മികച്ചതാവുമെന്നും എനിക്ക് ഒരിക്കലും പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ആ ഇനിയുള്ള സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും വൃത്തിയായിട്ടുള്ള രീതിയിൽ ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഓഡിയൻസ് എടുക്കുന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് താങ്കൾക്കറിയാം, അവസാനിക്കാൻ നമുക്ക് ചർച്ച. താങ്കൾക്കറിയാം ലിജോ ജോസ് പെല്ലിശ്ശേരിയെ. അടുത്തതായി എടുക്കുന്ന സിനിമയും ഗംഭീരമായിരിക്കുമെന്ന വിശ്വാസം താങ്കൾക്കുണ്ട്? തീർച്ചയായിട്ടും ആ വിശ്വാസമുണ്ട്. പക്ഷേ ആമേൻ പോലൊരു സിനിമ ആയിരിക്കില്ല അടുത്ത ലിജോ എടുക്കാൻ പോകുന്ന സിനിമ. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ് ലിജോ അടുത്തത് സംവിധാനം ചെയ്യാൻ പോകുന്നത്. അത്ര വിശ്വാസമാണ്. പക്ഷേ ഇതിലുള്ള സോളമനെ പോലെയോ അല്ലെങ്കിൽ ഫാദർ വിൻസെന്റിനെ പോലെയുള്ള കഥാപാത്രങ്ങളോ അങ്ങനെ ഒരു കഥയോ ആയിരിക്കില്ല സിനിമയുടേത്. സിനിമയുടെ പേര് ഡിസ്കോ എന്നാണ്. അത് എപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആമേൻ പോലെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡിസ്കോ എന്ന് പറയുന്ന സിനിമ. ഫഹദ്, ഈ സിനിമയിൽ ഫഹദ് ഫാസിലും ഇന്ദ്രജിത്തും ജോയ് മാത്യുവും ഉണ്ട്. ലിജോ ജോസ് സംവിധായകനാണ്. ആരാണ് ഈ സിനിമയിലെ താരം? ലിജോ ജോസ് പെല്ലിശ്ശേരി. 4 താരങ്ങളാണുള്ളത്. ലിജോ ജോസ് പെല്ലിശ്ശേരി, അഭിനന്ദൻ രാമാനുജൻ, PS റഫീഖ്, ഫരീദ് ഖാൻ ആൻഡ് ഷലീൽ അസീസ്. ഇവരാണ് പടത്തിൻ്റെ റിയൽ ഹീറോസ്. ഇവരെല്ലായിരുന്നു ഈ സിനിമ ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, സോറി ടു കട്ട്. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. അതായത് 2-3 കുറച്ച് ആളുകളെ, അതായത് ഞാൻ എപ്പോഴും മിസ്സാവുന്ന, അതായത് നമ്മൾ നോർമലി ഒരു ടോക്കിൽ വരുമ്പോൾ എപ്പോഴും മിസ്സാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരുപാട് ഈ ഫിലിമിന് വേണ്ടി ചെയ്തിട്ടുള്ള ആളുകൾ. അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ബാവക്ക. അതായത് ഫിലിം ഇത്രയും മാസീവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് പുള്ളി ചെയ്തിട്ടുള്ള സെറ്റ് വർക്ക് കൊണ്ടാണ്. അതായത് ഒരു ചേർച്ച് അതിൻ്റെ അത് ഒരാൾ പോലും റിയലൈസ് ചെയ്യുന്നില്ല അതൊരു ചർച്ച് സെറ്റാണെന്ന്. അത്രയും സോളിഡായിട്ടാണ് പുള്ളി ആ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അതായത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയവും ആ ചർച്ചിനകത്തും അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് നമുക്കതൊരു പ്രോപ്പർ ചർച്ചിനകത്തിരിക്കുന്ന തന്നെ ഒരു അനുഭവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുള്ളി അത് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ള സിജി ചെയ്തിട്ടുള്ള വർക്ക്. അങ്ങനെ അതിൻ്റെ ടെക്നിക്കൽ ഏരിയ മേക്കപ്പ് ചെയ്തിട്ടുള്ള രഞ്ജിത്ത്, പിന്നെ അങ്ങോട്ട് മാറിയ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്യുന്ന കണ്ണനും, സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്ത രംഗയും, എഡിറ്റർ മനോജും, അങ്ങനെ ഒരുപാട് പേരുടെ
ഈ വിഷനിലേക്കുള്ള ജേണി തന്നെയായിരുന്നു ആമേനെ ഇങ്ങനെ ഇത്രയും പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീ ഇന്ദ്രജിത്ത്, ശ്രീ ഫഹദ് ഫാസിൽ ഞങ്ങളോടൊപ്പം ഇരുന്നതിന്. ഡിസ്കോക്കായി കാത്തിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ചർച്ച കേട്ട ആളുകൾ. ആ കാത്തിരിക്കുന്ന ആളുകളിൽ ഞാനുമുണ്ട്. പക്ഷേ ആ കാത്തിരിക്കുന്നത് വരെ ഓടട്ടെ ആമേൻ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി.